അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പിലത്തെ മാങ്ങ പൊട്ടിച്ച് ചെത്തുമാങ്ങ തയ്യാറാക്കാം. അതാണ് ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചെത്തുമാങ്ങ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ചെത്തുമാങ്ങ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 12 മാങ്ങ എടുത്തിട്ടുണ്ട്. 1 കിലോനോളം ഉണ്ടാവും ചെത്തി വരുമ്പോൾ. ഈ ഒരു സൈസുള്ളതാണ്. അപ്പോൾ ഇതൊരു നാടൻ മൂവാണ്ടൻ മാങ്ങയാണ്. എങ്ങനെ ചെത്തണ്ടേന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെത്തി നമ്മളിങ്ങനെ കത്തി അമർത്തി ഇങ്ങനെ മാങ്ങണ്ടിയോട് കൂടി ചേർത്ത് ചെത്തി ഇങ്ങനെ ഇടണം. എന്നുവെച്ചാൽ ഇത് മൂവാണ്ടനായ കാരണം തൊലി നല്ലതാണ്, ചെത്തി കളയേണ്ട ആവശ്യമില്ല. ചെത്തുമാങ്ങയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് കിടക്കും. അപ്പോൾ ഇത് കുറേ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചെത്തുമാങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 5-6 മാസത്തേക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെത്തുമാങ്ങ ഇടാറ്. അപ്പോൾ ഇതുപോലെ വേണം ചെത്താൻ. അതുപോലെ ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ട. നമ്മളിങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ മാങ്ങണ്ടിയോട് ചേർന്നിട്ടാണല്ലോ എടുക്കണേ. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടും. ചെത്തി വെച്ച് നോക്കിയപ്പോൾ 1 കിലോനോളം മാങ്ങയുണ്ട്. ഇനി നമുക്കത് ഒരു ചില്ല് ബൗളിൽ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം, ഉപ്പിട്ടിട്ട്. അപ്പോൾ 1 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം കല്ലുപ്പ് എന്നുള്ള തോതിൽ നമുക്ക് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒരു ചില്ല് പാത്രത്തിലേക്ക് ഇട്ട് ആദ്യം ഞാൻ ഉപ്പിടട്ടെ. 100 ഗ്രാം ഉപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് മാങ്ങ ഇടാം. ഇത് നമ്മൾ ചെത്തി വെച്ച മാങ്ങ നല്ലോണം മൂത്തത് ഇട്ടാൽ നല്ല രുചി കിട്ടും. അതിലേക്ക് നമ്മൾ അടുത്തുപ്പ് ചേർക്കാം. നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ് ചെത്തുമാങ്ങ. പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണത് തന്നെയാണ് ചെത്തുമാങ്ങ ഇടല്. കുറേ മാങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കണം. ഒരു ദിവസം മാങ്ങ ഉപ്പിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഒന്ന് മൂടി വെച്ചാൽ മതി. പിറ്റേ ദിവസം നമുക്ക് മാങ്ങയിൽ നിന്ന് വെള്ളം ഊർന്നു വരും. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ, അല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലുകൊണ്ട് അങ്ങാനും ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മാങ്ങ ഉപ്പും കൂടി ചേർന്ന് അതിലത്തെ ജലാംശമൊക്കെ വീഴുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മാങ്ങ ചെത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അത് പറയാൻ വിട്ടുപോയി, നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ലോണം 2-3 വട്ടം കഴുകിയിട്ട് പിന്നെ തുണി കൊണ്ട് തുടച്ച് എടുക്കണം. ഒരു തരി വെള്ളം പാടില്ല. ഈ പാത്രത്തിലായാലും പാടില്ല, കയ്യിലായാലും ഒന്നിലും വെള്ളം നനവിൻ്റെ അംശം പാടില്ല. അങ്ങനെ തുടച്ച് ക്ലിയർ ആക്കി എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാനായിട്ട്. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെത്തുമാങ്ങയ്ക്കുള്ള അച്ചാർ ഇടാനായിട്ട്. ചെത്തുമാങ്ങ അച്ചാറിടുമ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ ഭരണിയിൽ അല്ലെങ്കിൽ ചില്ല് ബൗളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്ലാസ്റ്റിക് സ്റ്റീലൊന്നും പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂടി വയ്ക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ ചെറിയൊരു പാത്രം വെച്ച് കടുക് ചൂടാക്കാം. അതുപോലെ ഉലുവയും ചൂടാക്കിയിട്ട് എടുത്ത് നമുക്ക് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം. അതൊക്കെ ചേർക്കാനുള്ളതാണ്. അതൊക്കെ ചേർത്താൽ ആ ചെത്തുമാങ്ങ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കടുകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചെത്തുമാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഈ കടുകിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ അത് പൊട്ടുമ്പോൾ നമുക്കത് മാറ്റാം. അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാലും മതി. ഇളക്കി നിൽക്കാം. അപ്പോൾ പൊട്ടി വരുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ നമുക്കത് മാറ്റിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. കടുകിന്നത് ചെറുതായിട്ട് പൊട്ടണ കാണാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെയിലത്ത് വെച്ചിട്ടായാലും നമുക്കിത് ചൂടാക്കിയാൽ മതി. എണ്ണ ഒഴിക്കാണ്ടാണുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒരു നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ ആ ജസ്റ്റ് ഒരു തരിതരിപ്പോട് കിട്ടും. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഉലുവ ചൂടാക്കിയിട്ട് പൊടിക്കാം. എണ്ണ ഒഴിക്കാണ്ട് തന്നെ ഉലുവയും ചൂടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉലുവ ചേർത്തുന്നുണ്ട്. 3.5 സ്പൂണോളം ചേർത്തുന്നുണ്ട്. ഉലുവ അതേ പൊട്ടി തുടങ്ങിയിട്ട് കണ്ട. ഈ ഒരു പാകത്തിൽ വേണം ഓഫ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഉലുവ കടുകിൻ്റെ പോലെ തന്നെ ഉലുവയും പൊട്ടും. അപ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒരു കളർ കിട്ടും. ഈ ഒരു കളറിലാണ് കിട്ടുക. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ചൂടാറിയതിന് ശേഷം ഉലുവയും പൊടിക്കാം. ഓൺ ചെയ്ത് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ, അതായത് ഒരു 1/2 കപ്പോളം നല്ലെണ്ണ ഒഴിക്കാം. 1/2 കപ്പില്ലെങ്കിലും കുഴപ്പമില്ല. എണ്ണ അധികം ചേർക്കണില്ല. അവസാനം ഒന്ന് തേച്ചെടുക്കാനുള്ളതുള്ളൂ. നല്ലെണ്ണ വേണം എടുക്കാനായിട്ട്. ചൂടായിട്ട് നമ്മൾ ഇതുപോലത്തെ 2 കഷ്ണം കായം ഇങ്ങനെ നല്ലോണം ചൂടായിട്ട് മുരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിക്കണം.
അപ്പം നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ കായത്തിൻ്റെ പൊടിയും ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുള്ള കായും ചൂടാക്കി ഇങ്ങനെ പൊടിക്കേണ്ട. അപ്പം പിന്നെ വേറെ അച്ചാർ പൊടിയുടെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ ചേർത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് കായം ചേർക്കാം. കണ്ട കായൊന്ന് നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ചൂട് എത്തില്ല. അങ്ങനെ ഒരു കട്ട പോലെയാണല്ലോ. എന്നിട്ട് അത് നമുക്ക് ബൗളിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഒരു ദിവസം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. കണ്ട അതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇത് നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലോണം ഉപ്പ് വെള്ളമാണത്. കണ്ട തെളിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ വെള്ളം തന്നെ മാറ്റിയെടുക്കണം. ഈ വെള്ളത്തിൽ വേണം നമ്മൾ ചെത്തുമാങ്ങ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങ അങ്ങനെ ചെത്തിയിട്ട കാരണമാണ് ഇതുപോലെ ഇങ്ങനെ വെള്ളം പെട്ടെന്നായത്. മുഴുവനോടെ ആകുമ്പോൾ ഇങ്ങനെ ആവില്ല. ചെത്തുമാങ്ങയ്ക്ക് ഇതുപോലെ ഒരു ദിവസം ഇട്ടാൽ മതിയാവും. ഇതുപോലെ പെട്ടെന്ന് തന്നെ മാങ്ങയും ഉപ്പും കൂടി ചേർന്നിട്ട് അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ഇതിലത്തെ മാങ്ങ ഒന്ന് മാറ്റാം. എന്നിട്ട് വെള്ളം തന്നെയായിട്ട് അരിച്ചെടുക്കാം. മാങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ അങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് സൈഡിലേക്ക് പോവും. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിൽ കൂട്ടിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ച ഊർന്ന് വന്ന വെള്ളമാണിത്. നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഉള്ളത് ഇത് 50 ഗ്രാം എടുത്തിട്ടുണ്ട്. നല്ലൊരു കൊഴുപ്പും കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇത് സാധാരണ മുളക് പൊടി ഒരു 50 ഗ്രാം. മഞ്ഞൾ പൊടി 1 സ്പൂൺ ചേർക്കാം. കുരുമുളക് പൊടി 1/2 സ്പൂൺ. ഇത് കായം നമ്മൾ ചൂടാക്കി പൊടിച്ചത് 1/2 സ്പൂൺ ചേർക്കാം. കായ അധികം ആവരുത്, അപ്പോൾ ഒരു കക്കിന് ടേസ്റ്റ് വരും. അപ്പോൾ ഒരു 1/2 സ്പൂണിന് ചേർത്താൽ മതി. ഉലുവ പൊടിച്ചത് 1 സ്പൂൺ ചേർക്കാം. ഇത് കടുക് ചൂടാക്കി പൊടിച്ചത് 1 സ്പൂൺ. നല്ലോണം ഒന്ന് ഇങ്ങനെ യോജിപ്പിക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കാമെന്ന് പറഞ്ഞത് ഉപ്പിലിട്ട വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഊർന്ന് വന്ന വെള്ളമാണ് ചേർത്തത്. അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലൊരു മിക്സ് തയ്യാറാക്കാം. അതാണ് നമ്മുടെ ചെത്തുമാങ്ങയുടെ മിക്സ്. ഇതൊരു 5-6 മാസം ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. അതിനൊരു ട്രിക്കും കൂടി ഞാൻ ചെയ്യേണ്ട ഈ വീഡിയോ കൂടെ. ഇനി നമുക്ക് മാങ്ങ ചേർക്കാം. ഇപ്പോൾ നമുക്ക് കഴിക്കാം. എന്നാലും 4 ദിവസം കൂടി കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. മൂവാണ്ടമാങ്ങ കാരണം ആവശ്യത്തിന് പുളി ഉണ്ട്. ഇനി പുളി വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് കുറച്ച് വിനാഗിരി ചേർക്കാം. ഞാൻ ചേർക്കണില്ല വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആവശ്യത്തിന് പുളി ടേസ്റ്റുള്ള മാങ്ങയാണിത്. മൂവാണ്ടമാങ്ങ കാരണം ആവശ്യത്തിന് പുളി ഉണ്ട്. ഇനി നല്ലോണം കഴുകി ഉണക്കിയ ഒരു ചില്ലിൻ്റെ പാത്രം എടുക്കാം. നമുക്ക് ഭരണി അനുസരിച്ച് അതെടുക്കുക. പ്ലാസ്റ്റിക് പാത്രം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പകർത്താം. അപ്പോൾ ചില്ല് ബൗളാണ് നല്ലത്. നല്ല എല്ലാ ഭാഗത്തേക്ക് മുളക് പൊടിയും അതുപോലെ ഈ എല്ലാ പൊടികളും നമ്മൾ ചേർന്ന് നല്ല മിക്സ് ആയിട്ടത്. ഇനി നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. നമ്മൾ മാങ്ങാത്തൊലി കൊണ്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കുമ്പോൾ സർഗം കിച്ചണിലിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെത്തുമാങ്ങയാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ മാങ്ങ സീസൺ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ തയ്യാറാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കായം നമ്മൾ നല്ലെണ്ണയിലാണല്ലോ ചൂടാക്കിയത്. അപ്പോൾ ആ ഒരു നല്ലെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഏത് അച്ചാർ തയ്യാറാക്കുമ്പോഴും കുറച്ച് കായം വറക്കാനെടുത്ത നല്ലെണ്ണന് ചൂടാറിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കിടന്നാൽ നല്ലതാണ്. ഇനി നമ്മൾ ഈച്ച വരാണ്ടിരിക്കാൻ അതുപോലെ കേടാവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട്.
കഷ്ണം വാഴല നമ്മൾ നല്ലോണം കഴുകി തുടച്ച് വാട്ടിയെടുത്തതിന് കണ്ട നമ്മൾ കായം ചൂടാക്കിയ നല്ലെണ്ണ കുറച്ചൊന്ന് തേച്ച് പിടിപ്പിച്ച് ഈ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇടാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയിച്ച് അതുപോലെ ഒന്ന് വരില്ല. അതുപോലെ തന്നെ അച്ചാർ നല്ല ഫ്രഷായിട്ട് ഇരിക്കും ചെയ്യും. കായം ചൂടാക്കിയ നല്ലെണ്ണ ഇതിപ്പോൾ നമ്മൾ വാഴയിലയുടെ 2 ഭാഗത്തും തേച്ച് ഇല വാട്ടിയതിന് ശേഷം വേണം കേട്ടോ നമ്മളിങ്ങനെ തേക്കാനായിട്ട്. നമ്മുടെ അച്ചാറിട്ട പാത്രത്തിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വെക്കുക. അപ്പോൾ എപ്പോൾ അച്ചാറിട്ടാലും ഈ ഇല മുകളിൽ വരുന്ന രീതിയിൽ ഇടണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ വീട്ടിലത്തെ മാങ്ങകളൊക്കെ ഇതുപോലെ ചെത്തുമാങ്ങയും അതുപോലെ ഓരോ അച്ചാറുകളായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ച് എല്ലാ സദ്യക്കും ഒരു ഡിഷായിട്ട് വരുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്നവരുണ്ട് ഇത്. അപ്പം നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.